ഹായ് ഫ്രണ്ട്സ്, ഷെസ് പ്ലാൻ സോണിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പ്രീമിയം വെറൈറ്റി തായ് വെറൈറ്റീസും അവൈലബിൾ ആണ്, കുറച്ച് സിംഗിൾ പെറ്റൽസും അവൈലബിൾ ആണ്. സിംഗിൾ പെറ്റൽസ് ലാസ്റ്റാണ് കാണിക്കുന്നത് കേട്ടോ. ഇതെല്ലാം പ്രീമിയം തായ് വെറൈറ്റീസ് ആണ്. അപ്പോൾ റേറ്റുള്ള വെറൈറ്റീസാണ് ഈ ഫസ്റ്റ് കാണിക്കുന്നതെല്ലാം. അപ്പോൾ കോഡുകൾ ഓരോന്നിനും പ്രൈസ് വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പ്രൈസ് എടുത്ത് പറയാത്തത്. നിങ്ങൾക്ക് പ്ലാന്റ് ഏതാണോ വേണ്ടത് അതിൻ്റെ കോഡ് നമ്പർ സെലക്ട് ചെയ്ത് എനിക്ക് അയയ്ക്കുക. പിക്ചേഴ്സ് ഇടരുത് കേട്ടോ, കോഡ് നമ്പർ അയയ്ക്കുക. അതുപോലെ തന്നെ ചില കോഡുകൾ സെയിം കോഡ് കാണും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് കാണുന്നുണ്ടാവും. ഇതിൽ തന്നെ ഞാൻ അത് ഇട്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സീസണിൽ ഉണ്ടാകുന്നതാണ്. വെയിൽ കിട്ടുമ്പോഴും അല്ലാത്തപ്പോഴും കിട്ടുന്നതാണ്. 2 ടൈപ്പ് ഷെയ്ഡാണ് വരുന്നത് ഫ്ലവറിൽ. അഡീനിയം കേരളത്തിന് പുറത്ത് നിന്ന് അയക്കുന്നത്, അതുകൊണ്ട് തന്നെ മിനിമം 10 ചെടികൾക്കാണ് ഒരു കൊറിയർ ചാർജ് വരുന്നത്. നിങ്ങൾക്ക് മിനിമം 5 എണ്ണെങ്കിലും ഓർഡർ ചെയ്യാം. പക്ഷേ കൊറിയർ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോഗ്രാം വരെ ഒരു കൊറിയർ ചാർജ് ആയിരിക്കും. അപ്പോൾ ഒരു ചെടിയാണെങ്കിലും 10 ചെടികളാണെങ്കിലും കൊറിയർ ചാർജ് ഒന്ന് തന്നെ ആയിരിക്കും. 10 ചെടികൾ വരെയാണ് 1 കിലോഗ്രാമായിട്ട് അവർ കണക്കാക്കുന്നത്. അപ്പോൾ അത് ഒന്ന് തന്നെയാണ്. പിന്നെ അതിന് ശേഷം 11 മുതൽ അങ്ങോട്ട് മാറും കേട്ടോ, പിന്നെ കൂടും. അതുപോലെ തന്നെ 1 2 ആയിട്ട് അയക്കില്ല. മിനിമം 5. പിന്നെ നിങ്ങൾക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും വാങ്ങാം. 5 6 7 എത്ര വേണമെങ്കിലും വാങ്ങാം. 10 20 അങ്ങനെ നിബന്ധനകളൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ കുറച്ച് കസ്റ്റമേഴ്സിന് കിട്ടിയ ഫീഡ്ബാക്ക് ഞാൻ ഇട്ട് തന്നതാണ്. ഇതെല്ലാം അവർക്ക് കിട്ടിയ ചെടികളാണ് കേട്ടോ. ഇതുപോലെയാണ് കിട്ടുക. പോട്ടോട് കൂടിയോ അല്ലെങ്കിൽ ഫ്ലവറോട് കൂടിയോ അല്ല കിട്ടുക. പ്ലാന്റ് നല്ല രീതിക്ക് തന്നെ ഡ്രൈ ആക്കിയിട്ടാണ് കിട്ടുക. അപ്പോൾ ഇലകൾ പൊഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ചിലത് ഇലകൾ കളയാൻ മറന്നിട്ടുണ്ടെങ്കിൽ അത് ഇലകൾ പൊഴിഞ്ഞ് ബോക്സിൽ കിടക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഡ്രൈ ആക്കി അയക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ കോഡെക്സിന് ഒരു ഞെങ്ങൽ പോലെ ഉണ്ടായിരിക്കും. അതിനർത്ഥം അത് കേട് വന്നു എന്നുള്ളതല്ല. ഞെങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അതിൽ നിന്ന് തെറിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അതാണ് എന്താ പറയുക, കേടായിട്ട് വരുന്നത്. വേറെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നടുമ്പോൾ കോഡെക്സ് മണ്ണിൻ്റെ അടിയിലാവരുത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ സിസി എന്ന് പറഞ്ഞതിൻ്റെ കോഡ് നമ്പർ 459 ആണ് കേട്ടോ. അത് ഞാൻ ഇതിൽ എഴുതാൻ വിട്ടു പോയതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അതുപോലെ ഫോട്ടോ ചോദിച്ചാൽ ഒത്തിരി പേര് വരുന്നുണ്ട്. ഫോട്ടോ നമ്മൾ അയച്ചു തരില്ല. നമ്മുടെ ഫോട്ടോസ് എടുത്തിട്ട് ഒത്തിരി പേര് ഇതേപോലെ പറഞ്ഞ് നമ്മൾ ഫോട്ടോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോസ് എടുത്തിട്ട് ഒത്തിരി പേര് വേറെ സെയിൽ ചെയ്യുക. അതും ഇതന്നെയല്ല, നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടൊന്നും അല്ല സെയിൽ ചെയ്യുന്നത്. അവർ നാട്ടിൽ തന്നെ ഏതെങ്കിലുമൊക്കെ ചെടികൾ എടുത്തിട്ട് അവർ സെയിൽ ചെയ്യാണ്. അവർ ഇതിൻ്റെ ഫോട്ടോ കാണിക്കുന്നത്, ഈ തായ് വെറൈറ്റീസിൻ്റെ ഒക്കെ ഫോട്ടോ കാണിച്ചിട്ടാണ് അവർ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആർക്കും ഇപ്പോൾ ഫോട്ടോ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മളുടെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ പേര് ഇപ്പോൾ നമ്മൾ അതിൽ എഴുതുന്നുണ്ട്. അപ്പോൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കോഡ് നമ്പറും കണ്ടു കഴിഞ്ഞാൽ നമ്മളെ അറിയിക്കുക കേട്ടോ. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്താലാണ് ഓർഡർ കൺഫേം ആകുന്നത്. നിങ്ങൾ ഓർഡർ കൺഫേം ആക്കിയതിൻ്റെ ഒരു 20 days ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് അയക്കുക. അതിൻ്റെ മുന്നേ അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾക്ക് ഫോണിലേക്ക് തന്നെ പേഴ്സണലി മെസ്സേജ് വരും. അതുപോലെ നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാന്റ് വീട്ടിലേക്ക് എത്തിച്ചു തരും. DTDC അല്ല കേട്ടോ. DTDCയുടെ പിൻകോഡ് തരുന്നവരുണ്ട്. പിൻകോഡും ഫോൺ നമ്പറും കറക്റ്റായിട്ട് തന്നെ തരാൻ ശ്രമിക്കുക. ഈ ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നിങ്ങൾ ഡെലിവറി ബോയ് ആയിട്ട് ഷെയർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടുള്ളൂ. കാരണം പിൻകോഡ് കൊടുക്കാത്ത കാരണം പ്ലാൻസ് കിട്ടാത്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോൺ നമ്പറും പിൻകോഡും കറക്റ്റ് അല്ലേന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക തന്നെ വേണം. അതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്, അതായത് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് പ്ലാന്റിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ അറിയിക്കുക. പ്ലാന്റ് കിട്ടിയ ഉടനെ തന്നെ അറിയിക്കുക. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാന്റ് തിരിച്ച് വേറെ അയച്ചു തരുമോ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യുകയോ ചെയ്യും. അത് നമ്മൾ ഉറപ്പ് തരുന്നതാണ്. കാരണം ലൈവ് പ്ലാന്റ്സ് ആണ്. ചിലപ്പോൾ ചില ആളുകൾക്ക് കേടായിട്ട് കിട്ടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആർക്കൊക്കെയാണെങ്കിലും ചീഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് അയച്ചു കൊടുക്കും. അത് മനസ്സിലാക്കുക. അപ്പോൾ അത് അയച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങൾ കിട്ടിയ സമയത്ത് എനിക്ക് കറക്റ്റ് ഫോട്ടോ ഇട്ട് തരണം. അതല്ലാണ്ട് നിങ്ങൾ കുറേ കാലം കഴിഞ്ഞ് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. കിട്ടിയ ഉടനെ തന്നെ നിങ്ങൾ ഫോട്ടോ ഇട്ട് തരണം. പ്ലാന്റ് കിട്ടിയത് ഇൻഫോം ചെയ്യുകയും വേണം കേട്ടോ. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കാലാവധി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു ടൈം കഴിഞ്ഞു നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ ഇൻഫോം ചെയ്യണം. എന്നാലാണ് എനിക്ക് അറിയുള്ളൂ നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടിയിട്ടില്ല എന്നുള്ളത്. നിങ്ങൾ എന്നെ ഇൻഫോം ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കറിയില്ല. ഏകദേശം പ്രീമിയം വെറൈറ്റീസിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 എബവ് ആണ്. 200 300 ഇൻ ബിറ്റ്വീനാണ് പ്രീമിയം വെറൈറ്റീസിൻ്റെ പ്രൈസ് വരുന്നത്. കോഡ് നമ്പറിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സിംഗിൾ പെറ്റൽസ് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ 100 ആണ്. 2-3 വെറൈറ്റീസാണ് 100ൻ്റെ ഉണ്ടായിരിക്കുള്ളൂ. അതുപോലെ തന്നെ 100 to ഈ ഒരു പറഞ്ഞ റേറ്റ് തന്നെയാണ് സിംഗിൾ പെറ്റൽസിനും വരുന്നത്. അത് കോഡ് നമ്പർ അനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. താങ്ക് യു. വേണ്ടവർ നിങ്ങൾ കോഡ് നമ്പർ ഷെയർ ചെയ്യുക. താങ്ക് യു.